ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ അംബേദ്കർ ജയന്തി സെലിബ്രേഷൻ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ ഇതാ നോക്കിക്കോ. നമ്മളുടെ വിഷുവിൻ്റെ അതേ ദിവസം തന്നെ April 14 എവ്രി ഇയർ അംബേദ്കർ ജയന്തി ഉണ്ടാവുക. നമ്മുടെ നാട്ടിലൊന്നും വെച്ചിട്ട് ഞാനിതിനെക്കുറിച്ചൊന്നും അത്ര കേട്ടിട്ടില്ല കേട്ടോ. ഇവിടെ പക്ഷേ കമ്പൽസറി അതൊരു ഹോളിഡേ ആണ് അംബേദ്കർ ജയന്തി. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് തോന്നുന്നു. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സ്ഥാപകനാണല്ലോ. ഇവിടെ അടുത്ത് തന്നെ ഒരു അംബേദ്കറിൻ്റെ ഒരു മെമ്മോറിയൽ, ഒരു വലിയ ബിൽഡിംഗ് ഉണ്ട്. അവിടെ ഈ റീസെൻ്റ്ലി അംബേദ്കറിൻ്റെ ഒരു വലിയ സ്റ്റാച്യു ഒക്കെ വെച്ചിട്ട് അവിടെ അവരത് ഇനോഗ്രേഷനൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ആളുകളെല്ലാം ഇവിടുന്ന് ഡാൻസൊക്കെ ചെയ്യുന്നു. നിറയെ ഗേൾസാണ്. നമ്മൾ ഫെസ്റ്റിവലിനൊക്കെ ഒരുങ്ങിയിരിക്കുന്ന മാതിരിയാണ്. എല്ലാവരും ഫുള്ള് നല്ല ഡ്രസ്സും ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് നന്നായി ഒരുങ്ങിയിട്ടുണ്ട്. ആണുങ്ങളൊക്കെയാണ് നിറയെ കുടിച്ചിട്ടുണ്ട്. മുമ്പിലും പുറകിലും ഒക്കെ പോലീസും ഒക്കെ ഉണ്ട്. എന്നുവെച്ചാൽ അടിയുണ്ടാകാൻ ചാൻസ് ഉണ്ടല്ലോ. ഇവർ പോയ പുറകെയാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഞങ്ങളുടെ ഫ്ലാറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. നമ്മുടെ വിഷു ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വഴിയിൽ കുറേ സ്റ്റക്കായിപ്പോയി. മെയിൻ റോഡിലും ഇങ്ങനെ നിന്ന് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര ടൈം ഞങ്ങളുടെ വേസ്റ്റ് ആയെന്നറിയോ? ഒരു 15-20 മിനിറ്റ്സ് അങ്ങനെ മെയിൻ റോഡിൽ ഞങ്ങൾ സ്റ്റക്കായിപ്പോയി. പക്ഷേ ഇവരുടെ ഈ ബിൽഡിങ് വന്നിട്ട് മെയിൻ റോഡിലാണുള്ളത്. ഞങ്ങളിങ്ങനെ വീട്ടിലിങ്ങനെ വൈകുന്നേരം ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് ഈ സൗണ്ട് കേട്ടത്. അപ്പോൾ വെളിയിലിറങ്ങിപ്പോയി. കാണാൻ നന്നായിട്ടുണ്ടായിരുന്നു.